വിശുദ്ധിയുള്ള ആരാധനയാ. യേശുവിനെ ആരാധിക്കാം. ജീവനുള്ള ആരാധനയാ. ജീവനോടെ നമുക്ക് ഈശോയെ ആരാധിക്കാം. വിശുദ്ധിയുള്ള ആരാധനയാ. ഹൃദയശുദ്ധിയോടുകൂടി ഈശോയെ നമുക്ക് ആരാധിക്കാം. പ്രിയമുള്ളവരെ, തിരുമുൻപിൽ നിന്നിടുവാൻ, തിരുമുഖം പ്രസാദിക്കുവാൻ, തിരുമുൻപിൽ നിന്നിടുവാൻ, തിരുമുഖം പ്രസാദിക്കുവാൻ, കൃപാസനത്തിൽ ഓടിയണഞ്ഞിടും ദേ, ക്രൂശിൻ നിഴലിൽ ഞാൻ മറഞ്ഞിടും ദേ, കൃപാസനത്തിൽ ഓടിയണഞ്ഞിടും ദേ, ക്രൂശിൻ നിഴലിൽ ഞാൻ മറഞ്ഞിടും ദേ. ഈശോ കടന്നു വരുന്ന നിമിഷം സർവശക്തിയോടുകൂടി ഈശോയെ വിളിച്ച്, ഈശോയെ ആരാധിച്ച്, ഈശോയെ എതിരേൽക്കട്ടെ. ആരാധനയ്ക്ക് യോഗ്യനായ ഈശോ, നമ്മുടെ അനുഗ്രഹിക്കാനായി നമ്മളെ വിളിച്ചു ചേർത്ത ഈശോ, നമ്മുടെ ദുഃഖങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് കാൽവരിയിൽ ബലിയായി തീർന്നു ഇന്ന് നമ്മളോടൊപ്പം ജീവിക്കുന്ന ഈശോ, ആയിരങ്ങളെ വഴി നടത്തുന്ന ഈശോ, നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഈശോ, എല്ലാ തകർച്ചകളിലും നമുക്ക് ആശ്വാസമാകുന്ന ഈശോ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, സർവശക്തിയോടുകൂടി എല്ലാവരും സ്തുതിക്കട്ടെ. യേശുവേ, യേശുവേ, ഈശോയെ, ഞങ്ങൾ അനുഗ്രഹിച്ച ഈശോയെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ, ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ, തിരുമുൻപിൽ നിന്നിടുവാൻ, തിരുമുഖം പ്രസാദിക്കുവാൻ, തിരുമുൻപിൽ നിന്നിടുവാൻ, തിരുമുഖം പ്രസാദിക്കുവാൻ, കൃപാസനത്തിൽ ഓടിയണഞ്ഞിടും ദേ, ക്രൂശിൻ നിഴലിൽ ഞാൻ മറഞ്ഞിടും ദേ, കൃപാസനത്തിൽ ഓടിയണഞ്ഞിടും ദേ, ക്രൂശിൻ നിഴലിൽ ഞാൻ മറഞ്ഞിടും ദേ, ദേഹം ദേഹി ആത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ. പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 മണിക്ക് കൃപാസനത്തിൽ സംഭവിച്ച
സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദേവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പവും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ സഹായിക്കണമേ. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യത്തോട് പ്രാർത്ഥിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. സ്തുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ പ്രാർത്ഥനകളും ഈശോയോട് ചേർത്ത് വെച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ധ്യാനം മരിയൻ ഉടമ്പടി ധ്യാനമെന്ന ഉടമ്പടിയിൽ ദൈവവുമായി ജീവിത വിശുദ്ധിക്കും ശക്തിക്കും വേണ്ടി ദൈവവുമായി ഒരു കരാറ് എടുത്തവരെ പാലിക്കേണ്ട വിശുദ്ധിയെക്കുറിച്ചും അതുവഴി ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ശക്തിയെക്കുറിച്ചുമുള്ള സാക്ഷ്യങ്ങളാണ് നമ്മൾ ഈ ധ്യാനത്തിൽ കേൾക്കുന്നത്. ഓരോ ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും എൻ്റെ കണ്ണ് ചില സമയത്ത് അറിയാതെ നനഞ്ഞു പോകും. സാക്ഷ്യത്തിൻ്റെ വിശേഷത്തെക്കാൾ ഉപരി അമ്മ ഈജിപ്തിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളാണല്ലോ ഇപ്പം നടക്കണതെന്ന് ഓർക്കുമ്പോഴാണ്
ഞാൻ തൃശ്ശൂർ പൊറനാട്ടിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് പ്രസന്ന ജോസ്, എൻ്റെ ഭർത്താവിൻ്റെ പേര് ജോസ്, എൻ്റെ മകളുടെ പേര് അന്നമേരി. അപ്പോൾ എൻ്റെ ഭർത്താവിന് എന്താ പറയുക, ഞാൻ ഈശോയ്ക്ക് നന്ദി പറയാനാണ്. എൻ്റെ അമ്മ ഇത്രയും എനിക്ക് നന്ദി തന്ന് പറഞ്ഞതിന് എത്ര കോടി നന്ദി പറഞ്ഞാലും അറിയില്ല. എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മയ്ക്കും ഞാൻ നന്ദി പറയുന്നു. എനിക്ക് ഇത്ര വലിയ അനുഗ്രഹമാണ് എനിക്ക് തന്നിരിക്കുന്നത്. എനിക്ക് എത്ര ഉയർന്ന എൻ്റെ അമ്മ എന്നെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അത്ര മുകളിലാണ് എൻ്റെ അമ്മ എന്നെ വെച്ചിരിക്കണേ. അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ കാലിൽ ഒരു 3 കൊല്ലമായിട്ട് മുറിവുണ്ടായിരുന്നു. ആ മുറിവ് ഉണങ്ങാറേ ഇല്ല. പല ഡോക്ടർമാരെ കാണിച്ചു. ഞങ്ങളുടെ ബന്ധത്തിൽ ഒരാൾ ഇങ്ങനെ വീഡിയോ അച്ഛൻ്റെ ജോസഫ് അച്ഛൻ്റെ വീഡിയോ ഇട്ട് തരാറുണ്ട്. ഞാൻ അതെല്ലാം കേട്ടിട്ട് പറയും, എൻ്റെ അമ്മേ ഈ മുറിവൊന്ന് ഉണക്കി തരണേന്ന്. പക്ഷേ അമ്മ ആ മുറിവ് ഞാനിവിടെ കൊണ്ടുവരുന്നേക്കാന്ന് പറഞ്ഞ ആളിനെ. പക്ഷെ അമ്മ അന്ന് മുതൽ ആ മുറിവ് ഉണക്കി, എന്താ പറയുക, കാലിലെ തുടയിലെ മാംസമൊക്കെ വെക്കണമെന്നും അത്ര വലിയ മുറിവായിരുന്നു. പക്ഷെ അതൊന്നും ആക്കില്ല. അമ്മ മുറിവ് ഉണക്കി. ആ ഉണങ്ങിയ ശേഷം ഞാനിവിടെ ഒരു 0 ബാലൻസിൽ ഭയങ്കര ദുഃഖത്തിലും സങ്കടത്തോടാണ് ഞാനിവിടെ വന്നപ്പോൾ ഉടമ്പടി എടുക്കാൻ തോന്നി. അങ്ങനെ ഉടമ്പടി എടുത്തു, നിയോഗങ്ങളും വെച്ചു. എൻ്റെ മകൾക്ക് ഈ താടിയുടെ ഇവിടെ എല്ലുണ്ടായിരുന്നില്ല, തലയുടെ വലിയ സർജറി ഉണ്ടായിരുന്നു. മോള് ജനിച്ചപ്പോൾ കൈവിരലുകളെല്ലാം കൂട്ടിച്ചേർന്നിട്ടും തലയുടെ വലിയ എല്ല് വളർന്നിട്ടുമായിരുന്നു. കാലിൻ്റെ വിരലും കൈയുടെ വിരലും ഒക്കെ അങ്ങനെ ആയിരുന്നു. മുഖം വേറെ വ്യത്യാസമില്ലായിരുന്നു. പക്ഷേ ഞാനിവിടെ വന്നിട്ട് ഉടമ്പടിയിൽ ഞാൻ സർജറിക്കുള്ള ഡേറ്റൊക്കെ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഉടമ്പടി എടുത്ത് ഞാൻ ഇവിടുന്ന് പോയി, നിയോഗം വെച്ച് വീണ്ടും പോയി തിരിച്ച് ഞാൻ ഇവിടെ അച്ഛനൊന്ന് കാണണമെന്ന് അങ്ങനെ തോന്നി മനസ്സിൽ. നീ പോ, എൻ്റെ അമ്മ പറയണ പോലെ എനിക്ക് തോന്നി, നീ അങ്ങോട്ട് പോ. അങ്ങനെ ഇവിടെ വന്ന് ഞാൻ ജോസഫ് അച്ഛനെ കാണാനുള്ള ടോക്കൺ എനിക്ക് കിട്ടി. അച്ഛനെ കണ്ടു, മോളെ ആശീർവാദം വെച്ചു, കുഴപ്പമില്ല, നീ സുഖപ്പെടും, പൊയ്ക്കോ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ തിരിച്ച് സർജറിക്കായിട്ട് അവിടെ പോയപ്പോൾ പറഞ്ഞു, എനിക്ക് ഒന്നുകൂടെ സ്കാനിങ് ചെയ്യണം. ഇനി എന്തിനാ, എല്ലാം ചെയ്തില്ലേ, നമ്മൾ അഡ്മിറ്റ് ആയിക്കോ, നമുക്ക് പിന്നെ നോക്കാം. ഇല്ല, എനിക്ക് സ്കാനിങ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് ഉടമ്പടി എടുത്ത ലോക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. ഇവൾ സ്കാനിങ്ങിനൊന്നും എന്ന് വെച്ചാൽ കുട്ടി നിൽക്കാറില്ല. മരുന്ന് കൊടുക്കുമ്പോൾ ഛർദ്ദിക്കും, മയക്കിയിട്ടാണ് ഇത് ചെയ്യണേ. കുട്ടി അങ്ങനെ ഛർദ്ദിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഉറങ്ങുകയില്ല. സ്കാനിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അന്നത്തെ ഒരു ദിവസം ഭയങ്കര കഷ്ടപ്പാടാണ്. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഒന്നുമില്ല. കുട്ടിക്ക് സ്കാനിങ് ചെയ്താലല്ലേ എന്തെങ്കിലും അറിയാൻ പറ്റുമെന്ന്. പക്ഷെ ആ സമയത്ത് ഉടമ്പടി എടുത്ത് പോയ ലോക്കറ്റ് ഞാൻ ഈ കുട്ടിയുടെ സോക്സിൻ്റെ ഉള്ളിൽ വെച്ചു. സ്കാനിങ് സമയത്ത് മരുന്നും കൊടുത്തു. പക്ഷെ അതിൻ്റെ ഉള്ളിൽ സ്കാനിങ് സമയത്ത് എന്നോട് പറഞ്ഞു സോക്സ് പാടില്ല എന്ന്. ഇല്ല, എൻ്റെ മോൾക്ക് തണുപ്പടിക്കുമെന്ന്. പക്ഷെ അവരൊന്നും മിണ്ടിയില്ല. ഞാൻ ആളാണ് കയറുക സ്കാനിങ്ങിന്. എനിക്ക് എൻ്റെ ഉള്ളിൽ കയറുമ്പോൾ പേടിയാണ്. പക്ഷേ അന്ന് പറഞ്ഞു ആൾ കയറണ്ട, നീ കയറണമെന്ന്. പക്ഷെ ഞാൻ അവിടെ കൈ കൂപ്പി എൻ്റെ അമ്മേനെ എന്തോരം വിളിക്കണോ അത്രേ ഇതിൽ ഞാൻ വിളിച്ചു, കരഞ്ഞു. കൈ ഇങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു. പക്ഷേ 20 മിനിറ്റിനുള്ള ഒരു സ്കാനിങ് ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങ് കഴിഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, എന്താ ചേച്ചി ഇങ്ങനെ കരയണേ, പേടിച്ചിട്ടാ? ഇല്ല, ഞാൻ പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പുറത്ത് വന്നപ്പോൾ പറഞ്ഞു, ഇന്നും ആൾ ചോദിച്ചു സ്കാനിങ് കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. അപ്പോൾ അത്ഭുതം നടന്നല്ലോ എന്ന് ആൾ പറഞ്ഞു. ഇതെന്താ പെട്ടെന്ന് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മ അവിടെ അത്ര ഒരിക്കൽ എൻ്റെ അമ്മ ഉടമ്പടിയിൽ ഞാൻ എടുത്ത ഉടമ്പടിയിൽ നിന്നപ്പോൾ എൻ്റെ അമ്മ വന്ന് എൻ്റെ കുട്ടികളുടെ മേത്ത് തൊടാനും എൻ്റെ അമ്മ ഇത്ര ഞാൻ അതുപോലെ തന്നെ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ലല്ലോ. ആൾ പറഞ്ഞു 38 നമുക്ക് ടോക്കൺ കിട്ടിയേ. പക്ഷേ ഞങ്ങൾക്ക് എന്താ ഇവിടെ അവിടെ അത്ഭുതം തോന്നി. 8ാമത്തെ ഡോക്ടർ നമ്മളെ പുറത്തേക്ക് വന്ന് വിളിക്കണു, വായോന്ന്. ഡോക്ടർ ഡോക്ടർ എഴുന്നേറ്റ് നിർത്തും, നിങ്ങളുടെ മകൾക്കേ ഇപ്പോൾ സർജറി വേണ്ട, നിങ്ങൾ തിരിച്ചു പോയിക്കോണം. അതെന്താ ഡോക്ടറെ, എന്താ കാരണം എന്ന് ചോദിച്ചു. നിങ്ങളുടെ മകൾക്ക് ഇവിടെ എല്ല് ഉണ്ടായിരുന്നില്ല, ഇത് നോക്ക്, കമ്പ്യൂട്ടറിൽ കാണിച്ചു തന്നു, എല്ല് കണ്ടോ, ഇവിടെ കുഞ്ഞതായിട്ട് വളരുന്ന കണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ തന്നെ അതിശയായി, എന്താ ഇത്? ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം കേട്ടു എന്ന് പറഞ്ഞു. അപ്പം തന്നെ ആ റിപ്പോർട്ടൊക്കെ ഞങ്ങൾ മേടിച്ചു. എന്താ പറയുക, CD ഒന്നും വാങ്ങിയില്ല. നമുക്ക് പറഞ്ഞു നമുക്ക് കൃപാസനത്തിലേക്ക് പോവാം. ഇതേ മാസത്തിലാണ് കേട്ടോ, ജപമാല റാലിയൊക്കെ വരുന്ന ഒരു ഇതിൽ. അപ്പോൾ ആ പോകുന്നതിൻ്റെ ഒരാഴ്ചയ്ക്ക് മുന്നേ ആണ്. അപ്പം ഞാൻ ഇവിടെ വന്നു, അതേ അമൃത ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടേക്ക് വന്നു. ഇവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, നന്ദി പറഞ്ഞിട്ട്
ഞാനിവിടെ എൻ്റെ കയ്യിൽ കാശെന്ന് അറിയാമല്ലോ, ഇത്രയൊക്കെ സർജറി വരുമ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ 2000 രൂപ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഇന്ന കാര്യത്തിനാണ്, ജപമാല റാലി പോണ്ടല്ലോ, അതിന് എൻ്റെ വകയായിട്ട് ഇത്രയേ ഉള്ളൂ, ഇതവിടെ സമർപ്പിച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ദശംശമായിട്ട് കൊടുത്തിട്ട് തിരിച്ചു പോയി. ഒരു കുറേ നാളത്തേക്ക് പല മോൾക്ക് മാറ്റങ്ങൾ വന്നു, മുഖമാറ്റങ്ങൾ വന്നു. സർജറിയോടെ അവൾക്ക് ഇവിടെ ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ പല കഫക്കെട്ടും പനി പല ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നില്ല. ആൾ വന്ന് കുടുംബ പ്രാർത്ഥനയിൽ ഇരിക്കാൻ പിറ്റേ ദിവസം മുതൽ ഇരിക്കാൻ തുടങ്ങി. കുടുംബ പ്രാർത്ഥന ആയി, കുടുംബത്തിൽ ഇച്ചിരി സമാധാനമായി. ഭയങ്കര ഡ്രിങ്ക്സ് അടിയായിരുന്നു. എന്നുവെച്ചാൽ ഒരാളൊരു 10-15 വയസ്സായപ്പോൾ തുടങ്ങിയതാ. എന്നുവെച്ചാൽ അത്രയ്ക്ക് എൻ്റെ മോൾക്കും ഇഷ്ടമില്ല, എനിക്കും ഇഷ്ടമില്ല. വീട്ടിൽ ഇതേ പറഞ്ഞ് കുടുംബപര പറ്റില്ല. രാവിലെ വണ്ടി കാറും എടുത്തിട്ട് പോകും, ഈ കുടിച്ചിട്ട് ചിലപ്പോൾ 2 പേരായിരിക്കും കൊണ്ടുവിടാം. ഞാൻ അമ്മയോട് ഇതിവിടെ വന്ന് നിയോഗം വെച്ചു, എൻ്റെ അമ്മേ ഇതൊന്ന് മാറ്റിത്തരണം. മുട്ടുകുത്തിയിട്ട് വിളിച്ചിട്ട് ഇവിടെ വന്നിട്ടാ കരയുക. പക്ഷേ എൻ്റെ അമ്മ അതും കേട്ടു, ആ വലിയ മദ്യപാനവും മാറ്റി തന്നു. ഇത്രയൊക്കെ നന്ദി. എൻ്റെ അമ്മ എത്ര വലിയ ഉയരത്തിലാണ് ഇട്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. എല്ലാത്തിനും എൻ്റെ അമ്മ കൂടെ ഉണ്ടായിരുന്നു. എന്നെ ടോട്ടലായിട്ട് എൻ്റെ ശരീരം, എൻ്റെ ഡ്രസ്സ്, എൻ്റെ മാറ്റങ്ങൾ, മുഖത്തെ പൊട്ട്, ഇതൊക്കെ അമ്മ കളഞ്ഞു. എനിക്കിനി പൊട്ട് വേണ്ട, പൊട്ട് കളഞ്ഞു. എൻ്റെ ടോട്ടൽ നമ്മുടെ വീടേ മാറ്റി ചേഞ്ചാക്കി. ആൾ മാറി, വീട്ടിൽ മാറി, കുടുംബത്തിന് സമാധാനമായി. ഞാൻ എന്താ പറയുക, നമ്മൾ ഉള്ള സാമ്പത്തിക നല്ലൊരു ഉയർന്ന സാമ്പത്തികം 13 ഏക്കർ സ്ഥലമുള്ള ഫാമിലിയിലെ ആളാണ്. പക്ഷെ സ്ഥലം വിൽക്കാൻ പറ്റില്ല, നമ്മുടെ വീട്ടിൽ ആരും സഹായിക്കാനില്ല. സാമ്പത്തികം ഇല്ലാതെ വന്നപ്പോൾ ഞങ്ങൾ ആരെ ചേർത്ത് പിടിക്കാൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ബന്ധുക്കളില്ല, ആരുമില്ല. നമ്മളെല്ലാം പുറത്ത്, ആരും നമുക്കില്ല. ഏതൊരു ഇതിൽ പോയാൽ നമുക്കൊരു വിലയില്ല. പക്ഷേ ഇപ്പം എൻ്റെ അമ്മ വന്ന് എൻസൈമിനെ എത്രയോ മുകളിലാണ് എന്നെ നിർത്തിയിരിക്കണതെന്ന് എനിക്കറിയില്ല. ഒരു കൂട്ടായ്മയിൽ പോയാലോ ഏത് ഇതിൽ പോയാലോ എവിടെ വന്നാലോ ടോട്ടൽ ഞങ്ങൾ വീട്ടിൽ ചേഞ്ച്. അതാ പറഞ്ഞ, നമ്മൾ നിലവിളിച്ച് ദൈവത്തെ വിളിച്ചാൽ ദൈവം നമുക്ക് അത് തരും എന്നുള്ളത് നല്ല വിശ്വാസമുണ്ട്. നമ്മൾ അത്ര കരഞ്ഞിട്ട് നമ്മുടെ ദൈവത്തിനെ മുട്ടുകുത്തി നിങ്ങളെല്ലാവരും പല നിങ്ങൾ വിഷമങ്ങളും കൊണ്ട് ഇവിടെ വന്നിരിക്കുക. പക്ഷെ നമ്മുടെ അമ്മയ്ക്ക് അത് സാധിക്കാത്തതൊന്നുമില്ല. നമ്മുടെ അമ്മ അത് സാധിക്കുന്നു. ഞാൻ ജീവനുള്ള ഈശോനാണ് കാണുന്നത്. ഞാൻ അമ്മേനെ അതുപോലെ തന്നെ എൻ്റെ പരിശുദ്ധാത്മാനെ, ഞാൻ ഈ നിൽക്കുമ്പോഴും എൻ്റെ മുന്നിൽ അമ്മയുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ഞാനല്ല ഇത് സംസാരിക്കണത്. എന്താ പറയുക, എൻ്റെ കുർബാനയ്ക്ക് പോയി ഞാൻ മുട്ടുകുത്തുമ്പോഴും എന്നെ താഴെ വരെ മുട്ടുകുത്തിക്കും, കുമ്പിടിക്കും. ഞാൻ ജീവനുള്ള ഈശോനാണ് കാണുന്നത്. എൻ്റെ മകളിനെ കാണുമ്പോൾ ഈ സിൽവർ അമ്മയാണ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഫ്രണ്ടിൽ ഇവൾ കളിച്ചിട്ടൊക്കെ ഇരിക്കും. അമ്മ അവളുടെ അത്രേ രൂപത്തിൽ തിളങ്ങും. അപ്പോൾ ഞാനിതെന്താ കാണുന്നതെന്ന് അന്തിച്ചു പോയി. പക്ഷേ ഞാൻ ജപമാലയൊക്കെ ഭയങ്കര സ്പീഡിൽ ചെല്ലുമ്പോൾ അമ്മ വന്നിട്ട് പറയും, നന്മ നിറഞ്ഞ മറിയമേ ചെല്ലാൻ. അപ്പോൾ ടോട്ടൽ ഞാൻ 3 രഹസ്യമാകുമ്പോൾ ടോട്ടൽ ഞാൻ മാറും. ആൾക്ക് കുറേ സമയം എടുക്കും. അപ്പോൾ ആൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരിക്കുക. പല സമയം ചോദിക്കും, നിർത്ത് മതി എന്ന് പറയാറുണ്ട്. പക്ഷെ അവിടെ ഈശോ സംസാരിക്കും, അമ്മ സംസാരിക്കും. മുട്ടോടി ഫുൾ ടൈമോ ഞാൻ എന്താ പറയുക, സിനിമ പാട്ടൊക്കെ കണ്ടുകൊണ്ടിരുന്ന ആൾ ഫുൾ ടൈം എൻ്റെ വീട്ടിൽ ആൾ ചോദിക്കൂ, ഇതെന്താ പള്ളിയാക്കി മാറ്റിയോ എന്ന് ചോദിക്കുന്ന ആളായിരുന്നു. പക്ഷെ പ്രാർത്ഥനയിൽ വന്നപ്പോൾ പല രീതിയിൽ ഞാൻ വീട്ടിലിത് ജപമാലയ്ക്ക് ചെല്ലുമ്പോൾ ആൾ ചോദിക്കൂ, ഇതെന്താ പ്രാർത്ഥന പള്ളിയാന്ന് ചോദിക്കും. ആ ആൾ ടോട്ടലായിട്ട് എല്ലാ ധ്യാനം കേന്ദ്രത്തിലും നമുക്ക് ഇന്നടുത്ത് പോകാമെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ആൾ വരും. കാരണപ്രവൃത്തി ഞാൻ അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. കുട്ടിയുടെ ഇത്രയൊക്കെ ഉണ്ട്. പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്ന സഹായം കൊണ്ടും 2000, 3000, 4000 ധ്യാനകേന്ദ്രത്തിലായാലും 10000 ആയാലും ഞാൻ കൊടുക്കേണ്ട എടുത്ത് ഉയരങ്ങളായിട്ട് കൊടുത്തോണ്ട് ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. എനിക്ക് 10 പൈസ ഇപ്പോൾ ഒരു 50000 വന്നാൽ അതിൽ 10 കാരുണ്യ പ്രവർത്തിക്കുക. പിന്നെ അതുപോലെ എൻ്റെ അമ്മായിയമ്മ വയ്യാതെ കിടക്കുന്നുണ്ട്. അപ്പം നമുക്ക് സാമ്പത്തികമായി വരുന്നപ്പോൾ എന്നെ ആരും നോക്കാനോ അമ്മേനെ നോക്കാനോ ആരും എൻ്റെ ഭർത്താവിനെ എന്നെ അടുപ്പിക്കില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, എനിക്കൊരു ദിവസം അമ്മേനെ നോക്കണമല്ലോ എന്ന്. പക്ഷേ എനിക്ക് ഒരമ്മേനെ കുളിപ്പിക്കാൻ വേറെ ഈശോ ആക്കി തന്നു. അപ്പോൾ എൻ്റെ ഈശോ എവിടെ എന്നെ ഇരുത്തിയിരിക്കണേ. അപ്പോൾ എല്ലാവർക്കും ഇത് സാധിക്കും.
പ്രേക്ഷിക പ്രവർത്തനം ഞാൻ പത്രം കൊണ്ടുപോയിട്ട് എനിക്ക് കുട്ടിയാണ് ദൂരേക്കും കൊണ്ടുപറ്റാൻ, ഭർത്താവ് വണ്ടി ഓടാനൊക്കെ പോകുമ്പോൾ കൊടുക്കും. പക്ഷെ അവരൊക്കെ ചോദിക്കും, അയ്യോ ജോസ് ഇന്ന് ഈ മാസത്തെ പേപ്പർ കൊണ്ടുവന്നില്ലല്ലോ എന്ന്. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അത്രേ ഇത് കൊടുക്കുന്നവർ എന്നെ പോലെ വേദനിക്കുന്ന കുറേ പേരുണ്ടാവും, അവർക്കൊക്കെ സുഖമാവണമെന്ന് അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാനത് കൊടുക്കുക. പക്ഷേ എനിക്ക് പറ്റുന്ന പേപ്പറുകൾ കൊടുക്കുമ്പോൾ എനിക്ക് ശക്തിയാണ് കിട്ടുക, എനിക്ക് അനുഗ്രഹമാണ് കിട്ടുക. പക്ഷേ എനിക്ക് ദൂരെ ഒന്നും പോകില്ല. എന്നാലും പേരമംഗലം വണ്ടി സ്കൂട്ടി ഓടിച്ചിട്ട് പോകും. സ്കൂട്ടിയിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു വണ്ടി വന്നിട്ട് ഒരു പ്രാവശ്യം ഭയങ്കര ഒരു ചെറിയ ഇടുക്ക് വഴിയായിരുന്നു, എൻ്റെ വണ്ടി മറിഞ്ഞ് പോകേണ്ട ഇതിൽ എന്നെ വന്നിട്ട് ഈശോ പിടിക്കുകയാണ്. കയ്യിൽ ആ ചൂടുണ്ട്, വണ്ടി നേരെയാക്കി. എനിക്ക് ഏതോ ഒരു അപകടമോ ഒന്നും വരില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഒരു വിശ്വാസം പ്രമാണം സ്വർഗ്ഗസ്നാ ചൊല്ലിപ്പോയാൽ ഈശോ എൻ്റെ മുന്നിൽ വണ്ടിയുടെ മുന്നിൽ പോണത് കാണാം, അമ്മ എന്നെ പോണത് കാണാം. എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഞാൻ നന്ദി പറയുന്നു. ഇത്രയ്ക്ക് അനുഗ്രഹം തന്നതിനും ഇവിടെ വന്ന് അച്ഛൻ്റെ മുന്നിൽ നിൽക്കാൻ പറ്റിയതിനും ഞാൻ നന്ദി പറയണു. ജോസപ്പച്ചനും നന്ദി പറയണേ. ജോസപ്പച്ചനാണ് എൻ്റെ മോളുടെ തലയിൽ കൈവച്ചത്. അന്നു മുതൽ അച്ഛൻ ടോട്ടൽ, ഞാൻ 2-3 പ്രാവശ്യം അച്ഛനെ ഇവിടെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് മുതൽ അച്ഛൻ കൈവച്ചപ്പോൾ എൻ്റെ മോളുടെ ടോട്ടലായിട്ട് മാറി. ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ വിഷമങ്ങളും മാറി. എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ജോസ്. ഞാൻ തൃശ്ശൂർ പൊറനാട്ടുകരടവിൽ നിന്ന് വരുന്നു. ഞാൻ നല്ലമാതിരി കുടിക്കുന്ന ആളായിരുന്നു, മദ്യപാനം ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ മാറി. ഇപ്പോൾ കുടുംബപ്രാർത്ഥന ഉണ്ടായിരുന്നില്ല, പള്ളിയിൽ പോക്കുണ്ടായിരുന്നില്ല, കുംസാരുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം പള്ളിയിൽ പോയി തുടങ്ങി, കുടുംബപ്രാർത്ഥനയായി, കുംസാരിക്കാറുണ്ട്. ഇപ്പോൾ എല്ലാ മാസം കുംസാരിക്കുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് പേപ്പർ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. പേപ്പർ ഞാൻ കൊണ്ടു ചെല്ലുമ്പോൾ ഒരു മാസത്തിൽ ഇപ്പോൾ 2 ദിവസം വൈകി പറയും, ജോസ് വന്നില്ലല്ലോ, ജോസിനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അവർ പേപ്പർ കാത്തിരിക്കാറുണ്ട്. അങ്ങനെ ഞാൻ പേപ്പർ കൊടുക്കണ പ്രേക്ഷിത ചെയ്യാറുണ്ട്. പിന്നെ കാരുണ്യവേല വെച്ചിട്ടുണ്ടെങ്കിൽ കാരുണ്യപ്രവർത്തനം, എൻ്റെ കയ്യിലുള്ള പൈസ, എൻ്റെ കയ്യിൽ അധികം പൈസയില്ല, ഉള്ള പൈസ ഞാൻ എന്തെങ്കിലും ആവശ്യക്കാർക്ക് കൊടുത്ത് സഹായിക്കാറുണ്ട്. വേറെ ഇതൊന്നുമില്ല. ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു. ആമേൻ. എൻ്റെ പേര് ഉദയ. ഞാൻ ഹരിപ്പാട് നിന്ന് വരുന്നു. 12/2023 ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അതിനുശേഷം ഞാൻ ഉടമ്പടി ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരുന്നു. ആദ്യമായി ഞാൻ ഉടമ്പടി വെച്ചത്, ഞാൻ തിരുവനന്തപുരം SIT മെഡിക്കൽ കോളേജിൽ നേഴ്സിംഗ് അസിസ്റ്റൻ്റായി വർക്ക് ചെയ്യുമായിരുന്നു. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അമ്മയുടെ മണ്ണിൽ വന്ന് ട്രാൻസ്ഫർ നൽകുവാൻ വേണ്ടി. അതിന് ഞാൻ ആദ്യത്തെ നിയോഗമായി വെച്ചിരുന്നത് ഈ മണ്ണിലേക്ക് എനിക്ക് ട്രാൻസ്ഫർ നൽകണമെന്നായിരുന്നു. ഇപ്പോൾ ഞാൻ ആലപ്പുഴ ദന്തൽ കോളേജിലേക്ക് രണ്ടാമത്തെ വർഷമാകുന്നു. നവംബർ 18 ആകുമ്പോൾ ഞാൻ 2 വർഷമാകുന്നു ഇവിടേക്ക് ട്രാൻസ്ഫറായി. ഉച്ച കഴിഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ എപ്പോഴും ഇവിടെ വന്ന് മിക്ക സമയങ്ങളിലും അമ്മയുടെ അടുത്ത് വന്ന് എൻ്റെ ദുഃഖങ്ങൾ പറയുമായിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ ഹസ്ബൻഡ് മരണശേഷം ഞാൻ ആദ്യത്തെ റാലിയിൽ പങ്കെടുത്തു. ഞാനവിടെ തലകറങ്ങി വീണു. കുറേ ആൾക്കാർ എന്നെ രക്ഷിച്ചു, വണ്ടി കയറ്റി വിട്ടു. രണ്ടാമത്തെ റാലിയായപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ മക്കൾ പറഞ്ഞു, അമ്മേ ഞങ്ങൾക്ക് അമ്മ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല, അതുകൊണ്ട് അമ്മ സൂക്ഷിക്കണം, ആഹാരമൊക്കെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞു വിട്ടു. ഞാനിവിടെ വന്ന് ബസ് ഇറങ്ങി അടുത്ത ഹോട്ടലിൽ കയറി 2 ദോശ കഴിച്ചിരിക്കുമ്പോൾ ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിരുന്നു. മോളെ നീ തനിച്ചേ ഉള്ളോ? ഞാൻ പറഞ്ഞു ഉള്ളൂ. എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കുഴപ്പമില്ല മോളെ, നിന്നോട് കൂടെ ഞാൻ വരാം എന്നും പറഞ്ഞ് ഞങ്ങൾ 2 പേരും ജപമാലയും ചൊല്ലി അർത്തുങ്ക പള്ളിയിലെത്തി. ജോസഫ് അച്ഛൻ്റെ പ്രസംഗം കേട്ട് തിരിച്ചിറങ്ങി ബസ് കയറാനായി ഞാൻ ആ ചേച്ചിയുടെ കൈയും പിടിച്ച് ഒരു പ്രൈവറ്റ് വണ്ടി വന്നു. ഞങ്ങൾ 2 അതിൽ കയറി. ഞാൻ ആദ്യം കയറി ചേച്ചിയെ പിടിച്ച് കയറ്റാനായി കൈ കൊടുക്കുമ്പോൾ ആ ചേച്ചി കാണുന്നില്ല. എനിക്ക് ഭയങ്കര വിഷമമായി. ചേച്ചി എവിടെ പോയി? ഇത്രയും ദൂരം എൻ്റെ കൂടെ നടന്നു, ചേച്ചിയെ പെട്ടെന്ന് കാണുന്നില്ല. ഞാൻ ആകെ വിഷമിച്ച് ഞാൻ തിരിച്ചിറങ്ങിയിട്ട് ഞാനവിടെ എല്ലാം നോക്കി, ചേച്ചിയെ കാണുന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞു, നിന്നെ രക്ഷിക്കാനായി നിൻ്റെ മക്കൾ വിഷമിക്കുകയാണല്ലോ, നിൻ്റെ കൂടെ അമ്മ മാതാവ് വന്നായിരിക്കും. അപ്പോൾ ബസ്സിലെ കിളി പറഞ്ഞു, ചേച്ചി കയറ്, അമ്മ ചേച്ചിയെ എത്തിക്കും, അമ്മ പേടിക്കണ്ട, ചേച്ചി ഞങ്ങളുടെ കൂടെ പോരെ, ചേച്ചിയെ ചേർത്തല ബസ് സ്റ്റാൻഡിൽ ഇറക്കാം. അങ്ങനെ ഇറക്കി ഞാൻ വീണ്ടും ഈ കൃപാസനത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചു. ആരായിരുന്നു അത് ഇപ്പോഴും എനിക്ക് അറിഞ്ഞൂടെ, എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അമ്മ എൻ്റെ ഒപ്പം നിന്ന് എന്നെ ആ റാലിയിൽ പങ്കെടുത്തു. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ശരീരം ആസകലം സൂര്യതാപമേറ്റ് ശരീരം മൊത്തം ഈ ചിക്കൻ പോക്സ് വന്ന പോലെ എൻ്റെ ശരീരം മൊത്തം ഹൈവേയുടെ സൈഡിൽ നിന്ന്
തീപ്പൽ പോലെ വന്നു. ഞാൻ വീട്ടിൽ ചെന്നു ഭയങ്കരമായിട്ട് കിടുകിടാ വിറച്ച് 3-4 പുതപ്പും ചൂടി കിടക്കുമ്പോൾ, അന്നൊരു ഞായറാഴ്ചയായിരുന്നു, പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്ക് ഭയങ്കരമായിട്ട് മുല്ലപ്പൂവിൻ്റെ മണം. ഞാൻ ചാടി എഴുന്നേറ്റ് പുതപ്പെല്ലാം മാറ്റി ഞാൻ നോക്കി, ആരെയും കാണുന്നില്ല, വീട്ടിൽ മുല്ല പൂത്തിട്ടില്ല. പിന്നെന്തേ പെട്ടെന്ന് ഞാൻ എൻ്റെ ശരീരത്തോട്ടാണ് ആദ്യം നോക്കുന്നത്. ഒരു പാടുപോലും ഇല്ലാതെ എൻ്റെ ശരീരം മൊത്തം അമ്മ എനിക്ക് മാറ്റി തന്നു. പിന്നെയുള്ളത്, ഞാനാണെങ്കിൽ പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ തിരുവനന്തപുരത്തായിരുന്നപ്പോൾ ഈ പത്രങ്ങളെല്ലാം വാങ്ങിച്ച് RCCയിലും മെഡിക്കൽ കോളേജിലും എല്ലാവർക്കും കൊണ്ട് കൊടുക്കുമായിരുന്നു. ഇവിടെ അതുപോലെ തന്നെ ഞാൻ സമയം കണ്ടെത്തി എല്ലാവർക്കും പത്രം കൊണ്ട് കൊടുക്കും. എൻ്റെ കൈ നീട്ടുന്നവർക്കെല്ലാം എന്നാൽ കഴിയുന്ന സഹായം ഞാനെല്ലാം ചെയ്യുമായിരുന്നു. ഇനിയും അമ്മയുടെ മുന്നിൽ ഞാൻ 2-3 കാര്യം അമ്മയുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. അടുത്ത ജപമാല റാലിക്ക് മുമ്പേ എന്നെ അമ്മ കൈവിടില്ല, എൻ്റെ ഹസ്ബൻഡില്ല, എനിക്ക് 24-22 വയസ്സുള്ള 2 പെൺകുട്ടികളാണ്. എന്നെ ഒരിക്കലും കൈവിടില്ല എന്ന വിശ്വാസത്തിൽ ഈ അമ്മ എനിക്ക് തന്ന ഈ ജപമാലയും പിടിച്ചുകൊണ്ട് എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ അമ്മയെ വിശ്വസിച്ച് ജീവിക്കുമെന്ന് ഉറപ്പ് തരുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അമ്മയ്ക്കും മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു.